ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും. സംസ്ഥാനത്തെ 12 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചെന്ന് മന്ത്രി ഗണേഷ് കുമാർ. പാലക്കാട് സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തുറമുഖ വകുപ്പിന് നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂയോർക്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയും ഫലപ്രദമായിരുന്നുവെന്ന് ശ്രീ വിക്രം മിശ്രി അറിയിച്ചു. സംസ്ഥാനത്തെ 12 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 11 ആശുപത്രികൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും ഒരു ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷനുമാണ് ലഭിച്ചത്. ഇതോടെ ആകെ 187 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NQAS സർട്ടിഫിക്കേഷനും 12 എണ്ണത്തിന് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1710 ഏക്കറിൽ നടപ്പാക്കുന്ന പദ്ധതിക്ക് പുതുശ്ശേരി വെസ്റ്റിൽ 240 ഏക്കർ ഭൂമി മാത്രമാണ് ഇനി ഏറ്റെടുക്കാനുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതിനുള്ള പദ്ധതികളാണ് പാലക്കാട് ആസൂത്രണം ചെയ്യുന്നതെന്നും അടുത്തയാഴ്ച കേന്ദ്ര സംഘവും പ്രദേശം സന്ദർശിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ആംബുലൻസുകൾക്ക് താരിഫ് സമ്പ്രദായം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചതായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി പല ഘട്ടങ്ങളിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ്. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. ICU ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിന് മിനിമം ചാർജ് 2500 രൂപയാണ്. ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് 50 രൂപ വെച്ചാണ് 350 രൂപ വെച്ച് കൊടുക്കണം. അടുത്തത് എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ്, അതിൽ ഓക്സിജൻ ഉണ്ടാവും, മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല. അതിന്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. മൂന്നാമത്തെ കാറ്റഗറി A ലെവൽ ആംബുലൻസ് വിത്ത് AC 800 രൂപയാണ് മിനിമം ചാർജ്. പിന്നെ ഇതേ കാറ്റഗറി തന്നെ AC ഇല്ലാത്ത വണ്ടികൾ മിനിമം ചാർജ് 600 രൂപയാണ്. വിവിധ കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക്, കിലോമീറ്റർ അനുസരിച്ചുള്ള നിരക്ക് എന്നിവയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജനകീയ സമിതികൾ രൂപീകരിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് ആവശ്യമുള്ള പിന്തുണ സർക്കാർ നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിന്റെ ബഹുനില കെട്ടിട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിമർശനാത്മകമായി ചിന്തിക്കാനും സ്വയം നവീകരിക്കാനും യുവ മനസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പാഠ്യരീതിയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. മുതലപ്പുഴി അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി തുറമുഖ വകുപ്പ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തുറമുഖ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ പൂനെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മലയാള താരസംഘടനയായ AMMA മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമം ആരംഭിച്ചു. സിദ്ദീഖിനെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ ഹോട്ടലുകൾ പോലീസ് പരിശോധിച്ചു. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശം സംസ്ഥാന സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പീഡനക്കേസിൽ അന്വേഷണ സംഘത്തിനു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി നടനും MLAയുമായ മുകേഷ്. ഇന്ന് രാവിലെ അഭിഭാഷകനൊപ്പം എത്തിയാണ് മുകേഷ് കൊച്ചിയിൽ AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് വിദേശ കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി താമസിയാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിയാലിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലേഡ് 1B സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കിയ ആരോഗ്യവകുപ്പ്. യുഎയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച കേരളത്തിലെത്തി മലപ്പുറത്ത് ചികിത്സയിലുള്ള യുവാവിലാണ് വകഭേദം കണ്ടെത്തിയത്. അതേസമയം എംപോക്സ് ലക്ഷണങ്ങളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ആളുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കണ്ണൂർ പിണറായി സ്വദേശിയായ സംരംഭകൻ ബിനേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്. 2018 ആരംഭിച്ച ഒരു സംരംഭമാണ്. സംരംഭത്തിൻ്റെ പേര് ഒലി ഫുഡ്സ് എന്നാണ്. അപ്പോൾ PMEGP സ്കീമിൽ ഞാൻ 20 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം ആരംഭിച്ചത്. അപ്പോൾ 20 ലക്ഷം ലോണിൽ എനിക്ക് 35% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 7 ലക്ഷം രൂപ എനിക്ക് സബ്സിഡിയായി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ആരംഭിച്ച ഒരു സംരംഭം നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സംരംഭം ഗവൺമെൻറ് കൊടുക്കുന്ന അനവധി സ്കീമുകൾ യുവ സംരംഭകർക്കൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു വരാനുള്ള അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആകാശവാണി ആസ്ഥാനത്ത് നടന്ന ശുചീകരണ യജ്ഞത്തിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കാളികളായി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ക്യാമ്പയിൻ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നാഷണൽ പീപ്പിൾസ് പവർ MP ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് ദിസനായകയ്ക്ക് മുൻപാകെയാണ് അമരസൂര്യ സത്യപ്രതിജ്ഞ ചെയ്തത്. NPP പാർലമെന്റ് അംഗങ്ങളായ വിജിത് ഹെറാത്ത്, ലക്ഷ്മൺ നിപുൺ ആരാച്ചി എന്നിവരും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് മംഗളൂരു തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസുകളിൽ താൽക്കാലികമായി ഒരു AC 3 ടയർ കോച്ച് കൂടി അനുവദിച്ചു. നവംബർ 3 വരെയാണ് അധിക കോച്ചുകൾ ഘടിപ്പിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 14 പോയിന്റ് നഷ്ടത്തിൽ 84,914-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 25,940-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 56,000 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 7,000 രൂപയുമാണ് ഇന്നത്തെ വില. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭാ പരിധിയിലുള്ള കടൽപ്പാലം, റെയിൽവേ പരിസരം എന്നിവ ശുചീകരിച്ചു. വിദ്യാർത്ഥികൾ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും. സംസ്ഥാനത്തെ 12 ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചെന്ന് മന്ത്രി ഗണേഷ് കുമാർ. പാലക്കാട് സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി P. രാജീവ്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ തുറമുഖ വകുപ്പിന് നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.